ബ്രെഡ് കൊണ്ട് എപ്പോഴും ഒരേ ഐറ്റംസ് ഉണ്ടാക്കി നിങ്ങൾ മടുത്തുവെങ്കിൽ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഇന്ന് നമുക്ക് ഒരല്പം വെറൈറ്റി പിടിച്ചാലോ? വെറും 5 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ്. സാധാരണ സാൻഡ്വിച്ച് കഴിച്ചവർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. ഇതിൽ നമ്മളൊരു സീക്രട്ട് ചേർക്കുന്നുണ്ട്. ആദ്യം നമുക്കിതിന് വേണ്ടത് വീട്ടിലുള്ള സാധാരണ പച്ചക്കറികൾ മാത്രം മതി. അതിലൊരു കഷ്ണം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഉഷാറാക്കാം. 1/4 കപ്പോളം കേബേജ് അരിഞ്ഞതും, 1/4 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞതും, 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും, ഒരു ചെറിയ തക്കാളിയും കുരു കളഞ്ഞത്, പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് മയോണൈസാണ് ചേർക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത ഒരു മയോണൈസാണ് ഇതിലേക്ക് ചേർത്തത്. 1/4 കപ്പോളം കുക്കുംബറും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞെടുക്കുകയോ ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ 4 ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അല്പം ബ്രെഡിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർക്കുമ്പോൾ ബ്രെഡ് അധികം സോഫ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചീസ് ഇഷ്ടമുള്ളവർക്ക് ഒരല്പം ചീസ് കൂടി ചേർത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. എല്ലാം സെറ്റാക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒരു പാനിലിട്ട് ചൂടാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ചൂടാക്കിയിട്ടില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. എന്നിട്ടും നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. പാനിലിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയ ഒരു ടേസ്റ്റ് കൂടി കിട്ടും. അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ അതിൻ്റെ എരിവ് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അതില്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്താൽ മതി. അത് ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതൊരു വെജ് സാൻഡ്വിച്ചാണ്. നിങ്ങൾക്ക് വെജ് സാൻഡ്വിച്ചോ ചിക്കൻ സാൻഡ്വിച്ചോ ഇഷ്ടം ഒന്ന് പറയണേ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്.